Krishnamande Jagadgurum. Namaste to all. Happy moments, love moments, rich moments, success moments, Kanagadhara moments. ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ദ വേൾഡ് ഇസ് ചേഞ്ചിങ്. ലോകം വലിയ മാറ്റങ്ങൾക്ക് സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ട ഒരു ലോകം, നമ്മൾ അനുഭവിച്ച ഒരു ലോകം, നമ്മുടെ അനുഭവ മണ്ഡലമാണ് ലോകം. അത് നമ്മളുടെ അനുഭവ മണ്ഡലം വളരെ വേഗത്തിൽ, ലൈറ്റ്നിങ് സ്പീഡ് എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഷിഫ്റ്റിംഗ്, ഇറ്റ് ഈസ് ഇവോൾവിങ്. ഇവിടെ ഒരു കോൺഷ്യസ്നെസ് റെവല്യൂഷനാണ് നടക്കുന്നത്. ഇറ്റ്സ് ഇവോൾവിങ് ഇൻ ടു ഹയർ ഫ്രീക്വൻസീസ്. വളരെ വലിയൊരു ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യപ്പെടുവാണ്. 3D വേൾഡിൽ നിന്ന് 5D വേൾഡിലേക്ക്. ഇനി 5D വേൾഡിൻ്റെ കാലമാണ്. 5D മീൻസ് ഒരു ഡയമെൻഷൻ, ഒരു പ്രത്യേക സ്ഥലമല്ല അത് നമ്മളുടെ ഒരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ നമ്മളുടെ ഉയർന്ന ബോധതലം. എല്ലാവരും വിസ്ഡം ഈറയിലേക്ക്, ഗോൾഡൻ ഈറയിലേക്ക്, സുവർണ യുഗത്തിലേക്ക് അസെൻഡ് ചെയ്യുവാണ്, ഉയരുവാണ്. ഹയർ വൈബ്രേഷണൽ ഫ്രീക്വൻസി. എങ്ങനെയാണ് ഇപ്പോഴുള്ള ഇമോഷണൽ വൈബ്രേഷണൽ ഫ്രീക്വൻസി നമ്മൾ കളഞ്ഞ് പുതിയ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾക്ക് മാറാൻ പറ്റുന്നത്? അതിനെക്കുറിച്ചാണ് കനകധാര വർക്ക്ഷോപ്പ്. നമ്മൾ ഒരു ദിവസത്തെ വർക്ക്ഷോപ്പ് ചെയ്യുന്നത് ഒരു ട്രെയിനിങ് പ്രോഗ്രാം, ബ്രെയിൻ റീട്രെയിനിങ് പ്രോഗ്രാം ആയിട്ടാണ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ബ്രെയിൻ എൻട്രെയിൻമെൻറ്റ് പ്രോഗ്രാം. നമ്മൾ എങ്ങനെ നമ്മളുടെ പഴയ ചിന്താഗതികൾ, സംസ്കാരം, അതിനെ വഴിതിരിച്ചു വിട്ട് അതിൽ നിന്ന് ഒരു സമൃദ്ധി ബോധത്തിലേക്ക്, അബണ്ടൻസ് കോൺഷ്യസ്നെസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് എങ്ങനെ നമ്മൾക്ക് ഈ ഗോൾഡൻ ഇറയുടെ ഒരു ഭാഗമാകാം, ഒരു സുവർണ യുഗത്തിൽ എങ്ങനെ ജീവിക്കാം, എങ്ങനെയാണ് നമ്മൾ 5Dയിലേക്ക് ഉയരേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾക്ക് മാറ്റങ്ങൾ വരേണ്ടത്, അതെല്ലാം അത് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇറ്റ്സ് ഹാപ്പനിങ് ഓട്ടോമാറ്റിക്കലി. ഇവിടെ ഓട്ടോമാറ്റിക് സിസ്റ്റമായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഭാഗമാണോ അല്ലയോ എന്ന് നമ്മൾക്ക് തിരിച്ചറിഞ്ഞാൽ, the world is changing. It is changing at great speed. അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നു, അനുനിമിഷം അല്ലെങ്കിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് നൗ ദ മൊമെൻറ്റം ഹാസ് ഇൻക്രീസ്ഡ്, ഇറ്റ് ഹാസ് ആക്സലറേറ്റഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്നുള്ള എല്ലാവരും ഒരു കൂട്ടായ്മയിൽ കൂടിച്ചേർന്ന് നിന്ന് നമ്മളുടെ ഇമോഷണൽ വൈബ്രേഷണൽ ഫ്രീക്വൻസി റേസ് ചെയ്ത് ഒരു ലവ്, അൺകണ്ടീഷണൽ ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്, എംപതി, ഫൊർഗീവ്നെസ്, സ്ട്രെങ്ത്, വൈറ്റാലിറ്റി, വിഗർ, റീസണിങ് പവർ, ഈ ഒരു തലത്തിലേക്ക്, ഒരു ഡിവൈൻ സമ്പത്തിലേക്ക് നമ്മൾ ഉയരണം. ദൈവീകമായ സമ്പത്ത്, ദിവ്യമായ ശക്തികളാണ് നമ്മളിൽ ഉണരേണ്ടതും അത് നിലനിർത്തപ്പെടേണ്ടതും. അതെങ്ങനെ നിലനിർത്തപ്പെടണം, അതെന്താണ് ഉയരേണ്ടത്, എങ്ങനെയാണ് അത് ഉണർത്തേണ്ടത്, അതാണ് കനകധാര സെഷനിലൂടെ നമ്മൾ നോക്കുന്നത്. ആൻഡ് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ടത്. വി ഷുഡ് ലെറ്റ് ഗോ ദ പാസ്റ്റ്, വി ഷുഡ് ഡിസ്കാർഡ് ദ പാസ്റ്റ്. നമ്മുടെ പാസ്റ്റ് കൾച്ചർ, സംസ്കാരം എന്തൊക്കെയാണ് നമ്മളിൽ നിന്ന് പൊഴിഞ്ഞു പോകേണ്ടത്, all those have to be discarded. So this is a healing process. ഒരു ട്രാൻസ്ഫോർമേഷണൽ സെഷനാണ്, ഒരു എംപവറിങ് സെഷനാണ്, ഒരു ഡിവൈൻ എനർജി ഫ്രീക്വൻസിയിലേക്ക് കണക്ട് ചെയ്ത് അവിടെ നിലനിന്ന് അവിടെ വ്യാപരിക്കുന്ന ഒരു സെഷനാണ് കനകധാര. സോ ഐ വുഡ് ലൈക്ക് എവ്രി വൺ എത്രയും പെട്ടെന്ന്, കാരണം നമ്മളിത് രജിസ്റ്റർ ചെയ്താൽ ഐ മസ്റ്റ് സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ദ പീപ്പിൾ ഹു ഹാവ് രജിസ്റ്റേർഡ്. നമ്മളിത് ദീക്ഷയിലാണ് ഇത് ചെയ്യുന്നത്. വി ആർ ഡൂയിങ് ഇറ്റ്. അപ്പം അതുകൊണ്ട് തന്നെ എവ്രി വൺ ദോസ് ഹു വിഷ് ടു ജോയിൻ, അത് നമ്മൾക്ക് തോന്നും എനിക്കിത് അറ്റൻഡ് ചെയ്യണം. അതാണ് അതിൻ്റെ ആദ്യത്തെ ക്രൈറ്റീരിയ. ഇത് കേൾക്കുമ്പോൾ തന്നെ ഐ നീഡ് ടു അറ്റൻഡ് ദിസ് എന്നൊരു തോന്നൽ നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ അതാണ് നമ്മൾക്ക് അതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫോൾ ഇൻ ടു പ്ലേസ്. സോ ആ നിമിഷം തന്നെ വി നീഡ് ടു ആക്ച്വലി രജിസ്റ്റർ, ഐ എം ദെയർ. അങ്ങനെ, കാരണം നമ്മൾക്ക് ഒന്നിച്ച് ഷിഫ്റ്റ് ചെയ്യണം.
ഒരു യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് ഷിഫ്റ്റ്. നമ്മുടെ സോൾ ഫാമിലി, സോൾ ഗ്രൂപ്പ്, ആ സോൾ ഗ്രൂപ്പ് ഒന്നിച്ച് ഷിഫ്റ്റ് ചെയ്യണം. അതൊരു കൂട്ടം ആളുകളാണ്. So it's like a team of people. A team of people come together in divine consciousness, togetherness, camaraderie, unity, synergy, oneness, so that we shift. നമ്മുടെ കൂടെ നമ്മളുടെ മറ്റുള്ള നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ആളുകൾ, നമ്മൾ താമസിക്കുന്ന സ്ഥലം, all these areas will get shifted because it creates a ripple effect. ഒരു റിപ്പിൾ എഫക്റ്റ്, ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്ന മാറ്റം, അവരുടെ പ്രവൃത്തി, ചിന്ത, ഇമോഷൻസ്, ഇറ്റ് വിൽ ഇൻഫ്ലുവൻസ് ദി ഹോൾ യൂണിവേഴ്സ്. മാസസിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ വൈബ്രേഷണൽ ഫ്രീക്വൻസി റേസ് ചെയ്യുമ്പോൾ actually we are taking lots of people with us. The whole universe is getting shifted. Whole universe is getting shifted. So ഇത് you call universal consciousness shift എന്നുള്ള പ്രോഗ്രാം. അത് നമ്മുടെ യൂണിവേഴ്സ് ഇൻഡിവിജ്വൽ കോൺഷ്യസ്നസ് ഷിഫ്റ്റിലൂടെ യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് ഷിഫ്റ്റാണ്. ഇൻഡിവിജ്വൽ കോൺഷ്യസ്നസ് ഷിഫ്റ്റിലൂടെ. സോ അതിലൂടെ നമ്മളുടെ ഫാമിലി ഷിഫ്റ്റ് ആവും, നമ്മൾ സൊസൈറ്റി ഷിഫ്റ്റ് ആവും, നമ്മളുടെ വർക്ക് പ്ലേസ് ഷിഫ്റ്റ് ആവും. ബട്ട് എവറിബഡി ടു ബി ടുഗെദർ. വി മസ്റ്റ് ഹോൾഡ് ഹാൻഡ്സ്. ഒന്നിച്ച് നിന്ന്, ലൈക്ക് യൂണിറ്റി, സ്ട്രെങ്ത്, സിനർജിയാണ്, നോട്ട് ജസ്റ്റ് എനർജി. ഇൻഡിവിജ്വൽസ് കൂടിച്ചേർന്ന്, ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽസ് കൂടിച്ചേർന്ന്, ആൻഡ് ദാറ്റ് വിൽ ക്രിയേറ്റ് മാസീവ് ഷിഫ്റ്റ് ഇൻ അവർ, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ സ്റ്റേറ്റിൽ, നമ്മുടെ രാജ്യത്ത്, ഈ ലോകത്ത് തന്നെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാവും നമ്മൾ ഈ ഒരു കോൺഷ്യസ്നസ് ഷിഫ്റ്റ് വരുന്നത്. സോ ഷിഫ്റ്റ് ഫ്രം 3D to 5D. ഏതിൽ? കനകധാരയിലൂടെ ഐ എം ഗോയിങ് ടു ഷിഫ്റ്റ് ഇൻ ടു സുവർണ യുഗം. So not only just for one person is shifting for the universal consciousness shift. And നമ്മൾ will connect to very high frequency beings. ഈ ഒരു ഷിഫ്റ്റിൽ 5Dയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വളരെ ഉയർന്ന തലത്തിലെ ഹയസ്റ്റ് ഫ്രീക്വൻസി ബീയിങ്സുമായിട്ട് നമ്മൾ കണക്റ്റഡായി, നമ്മളുടെ സബ് കോൺഷ്യസിൽ, നമ്മളുടെ അബോധ മനസ്സിൽ ഒക്കെ വലിയ മാറ്റം വന്ന്, നമ്മുടെ ബ്രെയിനിൽ മാറ്റം വന്ന്, നമ്മുടെ ന്യൂറൽ ട്രാക്സ് മാറ്റം വന്ന്, നമ്മളൊരു വലിയ മാറ്റത്തിന് തുടക്കവും, ഒരു പുതിയ സംസ്കാരം, ദിവ്യമായ അറിവിൻ്റെ സംസ്കാരം, സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, നന്ദിയുടെ ഒരു സംസ്കാരം. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വൺ പേഴ്സൺ, ദ ഹോൾ ഫാമിലി, ദ ഹോൾ സ്റ്റേറ്റ്, the whole country and ലോകം മുഴുവനും വലിയൊരു മാറ്റം with an individual. Everything starts with, the forest starts with one tree. ഒരു ചെറിയ മരമാണ് ഒരു കാടായി മാറുന്നത്. ഓരോ വ്യക്തിയിലെയും കോൺഷ്യസ്നസ് ഷിഫ്റ്റാണ് ഈ പ്രപഞ്ചത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. സോ കം ആൻഡ് എക്സ്പീരിയൻസ് the shift of consciousness and how to shift, എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം എന്ന്, നമ്മൾ എങ്ങനെ അബണ്ടൻസ് കോൺഷ്യസ്നസ്, ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് അബണ്ടൻസ് കോൺഷ്യസ്നസ് ആണ്. അപ്പോൾ അബണ്ടൻസ് കോൺഷ്യസ്നസ്സിനെ കുറിച്ചാണ് നമ്മൾ 5D ഷിഫ്റ്റിനെ കുറിച്ചും അബണ്ടൻസ് കോൺഷ്യസ്നസ്സിനെ കുറിച്ചുമാണ് കനകധാര. ഈ അടുത്ത സെഷൻ കനകധാര 9th November 2025 നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് Hotel Ginger. So thank you. See you. Love you. Thank you for being there. Love you all.